ഇവിടെയായിട്ട് ഇതാ വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇൻട്രോ സീനൊക്കെ എടുക്കാം കേട്ടോ ഗൈസ്. റെയിൽവേ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഷൊർണൂരിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിൻ ഏതാണെന്ന് വെച്ചാൽ 20631 മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരാറായി. നമ്മൾ പോകുന്ന ട്രെയിൻ മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് പോകുന്നത്. പിന്നെ നമ്മൾ കയറുന്ന ഒരു വന്ദേ ഭാരതിൽ ക്രൂ ചേഞ്ച് ഉണ്ട് ഇവിടെ നിന്ന് ഷൊർണൂരിൽ നിന്ന്. അപ്പോൾ നമ്മൾ കയറുന്ന വന്ദേ ഭാരതിന് ഇവിടെ നിന്ന് ക്രൂ ചേഞ്ച് ഉണ്ട് ഷൊർണൂരിൽ. നമ്മുടെ ഈ വന്ദേ ഭാരത് 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ തിരുവനന്തപുരം കാസർഗോഡ് 20634 തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് ഇവിടെ എത്തും. 6ാമത്തെ പ്ലാറ്റ്ഫോം. ഇപ്പോൾ അതാ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. വന്ദേ ഭാരത് വരാറായി. നമ്മൾ പോകുന്നത് 20631 മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ്. ഇപ്പോൾ വേറെ ഏതൊക്കെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് AC ചെയർ കാറിലാണ്. C5ലും C50ലും. ഗാർഡൻ 4ാമത്തെ 5ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിലായിട്ടൊരു ഗാർഡൻ പോലെ ഉണ്ട്. ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ വന്ദേ ഭാരത്. നമുക്ക് കയറാനുള്ള ഓറഞ്ചാണ്. ട്രെയിൻ വന്നോട്ടോ ഗീസ്. നമ്മുടെ കോച്ച് ഇതാ വരുന്നുണ്ട്. ഇത് C4, അടുത്തത് C5. നമ്മുടെ ഇതാണ് C5. നമ്മൾ ട്രെയിനിൽ കയറിയിട്ടോ. ಮುಂದಿನ ನಿಲ್ದಾಣ ತೃಶ್ಶೂರ್. ഇന്ത്യൻ റെയിൽവേ നിങ്ങൾക്ക് സന്തോഷകരവും സുഖപ്രദവുമായ യാത്ര ആശംസിക്കുന്നു. പോണ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെയായിട്ട് നടുക്കായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. ഇവിടെയായിട്ട് പുഷ് ബാക്ക് ബട്ടണും ഇവിടെ താഴെയായിട്ട് ചാർജിങ് സോക്കറ്റ്. വള്ളത്തോളിനും കൂടി സ്കിപ്പ് ചെയ്ത് പോവാണ്. സീറ്റ് പുഷ് ബാക്ക് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പുഷ് ബാക്ക് ചെയ്തിട്ടുണ്ടോ? നേരെയായിട്ട് റീഡിങ് ലൈറ്റ്സ് ഉണ്ട്. എന്താണ് ചാർജിങ് സോക്കറ്റ്. ഇവിടെയായിട്ട് ഇതാ ടേബിൾ സ്പീഡ് എടുത്ത് തുടങ്ങിട്ടോ. വന്ദേ ഭാരത് ആയിരുന്നു കേട്ടോ ഗൈസ്. ഇതാണ് പുഷ്യൻ സീറ്റ്. യാത്ര ചെയ്യുന്നത് C15 കോച്ചിലാണ്. C15 ഇതാ കർട്ടൻ ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് വേണമെങ്കിൽ വെയിലാണെങ്കിൽ കർട്ടൻ താഴ്ത്തിയിടാം. മാക്സിമം വെയിൽ കുറവ്.
coming to Bangalore. I'm coming to Bangalore next week. We have another friend there at Bangalore, so I have to meet. Yeah, inshallah, definitely. Please come. Yeah. No. കളഞ്ഞു പോവാണ്. Minus 15. നമ്മുടെ ഈ ഒരു ട്രെയിൻ എന്താ മംഗലാപുരത്ത് നിന്ന് 6:25 വിട്ടിട്ട് തിരുവനന്തപുരം 3 മണിക്കൂർ എന്താ എത്തും. ആലപ്പുഴ വഴി കേട്ടോ പോകണത്. അപ്പം ഇന്ന് യാത്ര ചെയ്യുന്നത് ഞാനും എന്താ അച്ഛനും മുത്തശ്ശനും ഏട്ടനാണ്. മുത്തശ്ശി ഏട്ടനും C5-ലാണ്, ഞാനും അച്ഛനും C15-ലാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ടിക്കറ്റിൽ സീറ്റ് കിട്ടിയത്. അവിടെ C5-ലും ഞങ്ങൾ C15-ലാണ്. അപ്പോൾ അത് തൃശ്ശൂർ എടുക്കാറായിട്ടോ. അതിനിപ്പോൾ 13 മിനിറ്റ് ഡിലേറ്റ് ഓടാൻ. തൃശ്ശൂർ എത്താറായിട്ടോ. ഇതാ അവിടെ അനൗൺസ്മെൻറ്റ് വന്നു തൃശ്ശൂർ എത്തുമ്പോട്ട്. അപ്പോൾ അത് തൃശ്ശൂർ പൂങ്കുന്നം സ്കിപ്പ് ചെയ്ത് പോവാണ്. കഴിഞ്ഞു. തൃശ്ശൂർ ഇപ്പം എത്തും. 2 കിലോമീറ്ററും കൂടി ഉള്ളൂ തൃശ്ശൂരിലേക്ക്. നമ്മൾ എറണാകുളം വരെയാണ് യാത്ര ചെയ്യുന്നത്. ഗെയ്സ് ഇന്ന് ഞാൻ, അച്ഛൻ, മുത്തശ്ശി പിന്നെ ഏട്ടനാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്താ ഞാനും അച്ഛനും C15-ലും മുത്തശ്ശിയും ഏട്ടനും C5-ലാണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവർ C5-ലും ഞങ്ങൾ C15-ലാണ്. ട്രെയിനിൻ്റെ സ്പീഡ് കുറഞ്ഞു കേട്ടോ. ഇപ്പോൾ എറണാകുളത്തേക്ക് കുറച്ച് ദൂരം കൂടിയുണ്ട്. തൃശ്ശൂർ വിട്ട് കഴിഞ്ഞാൽ 11:45 എറണാകുളത്തും ഒരു 13 മിനിറ്റ് ഡിലേ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എത്തി കേട്ടോ നമ്മുടെ വന്ദേ ഭാരത്. തൃശ്ശൂരെത്തി. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് TCR എന്നാണ്. പിന്നെ TCR എന്നാണ്. ഇവിടെ ടോട്ടൽ 4 പ്ലാറ്റ്ഫോമാണുള്ളത്. നമ്മുടെ ട്രെയിൻ വന്നത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ട്രെയിനിൽ ഷൊർണൂരിൽ നിന്ന് ക്രൂ ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ട്രെയിൻ ശരിക്കും 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. 5-ക്കായിരുന്നു വന്നത് ഷൊർണൂരിൽ. നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ആദ്യം നമ്മൾ ഇച്ചിരി ഷൊർണൂർ ജംഗ്ഷനെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ പോയി കണ്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കും. ഇപ്പോൾ തൃശ്ശൂർ നടത്തും. ഞങ്ങൾ ഇങ്ങോട്ട് സീറ്റ് മാറിയിട്ടോ. എൻ്റെ സീറ്റിൻ്റെ അവിടെ ആൾക്കാർ വന്നിരുന്നു. ഇവിടെ ഇട്ടത് ട്രേ ടേബിൾ ഉണ്ട്. ട്രേ ടേബിൾ. ഇവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇതാണ് റീഡിംഗ് ലൈറ്റ്. ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ റീഡിംഗ് ലൈറ്റ് ഓണാവും. പിന്നെ അവിടെ ഇട്ടത് നമ്മുടെ ഈ ലെഗ് റെസ്റ്റ് എന്ന് വെച്ചാൽ ഫുഡ് റെസ്റ്റ്. ഞാൻ പറഞ്ഞൊരു ആ ഒരു ഹോൾഡർ, ഈ ഹോൾഡർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോൾ ഓണായി കണ്ടോ. ഇനി ഒന്നും കൂടി അവിടെ ആയിട്ട് ടച്ച് ചെയ്താൽ അത് ഓഫ്. നമുക്ക് നമ്മൾ ഇരിക്കേണ്ട സീറ്റിൻ്റെ മേലെ ലാംഗ്വേജൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇനി നമുക്ക് റീഡിംഗ് മിഡിൽ സീറ്റിലാണ് എത്തുന്നത്. അച്ഛൻ മിഡിൽ സീറ്റിൽ. അതായിട്ട് ലാൻഡ് ഇരിക്കുന്നുണ്ട് വിൻഡോ സീറ്റിൽ. ഞാൻ മിഡിൽ സീറ്റിലാണ്. നല്ല പാടുകളൊക്കെ ഉണ്ട് കേട്ടോ ഗെയ്സ്. നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത് വന്ദേ ഭാരത്. അടുത്ത സ്റ്റോപ്പ് എറണാകുളം ജംഗ്ഷനാണ് കേട്ടോ. ഇവിടെയായിട്ട് അച്ഛനിരിക്കാം. ഗെയ്സ് നമ്മൾ അടുത്ത സ്റ്റോപ്പ് എറണാകുളം ജംഗ്ഷനാണ്. അവിടെയാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. എറണാകുളം ജംഗ്ഷനിൽ ഒരു 12:11:45 ഷൊർണൂരിൽ നിന്ന് നമ്മൾ ട്രെയിൻ എത്തുമ്പോൾ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എത്തുന്നു. അതിന് ഡിലേ ആയതുകൊണ്ട് നമ്മൾ ഒരു ഭാരതപ്പുഴയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് ബാഗിന് എടുത്തപ്പോഴേക്കും വന്ദേ ഭാരത് വന്ദേ ഭാരത് പോയിട്ടുണ്ടായിരുന്നു. വന്ദേ ഭാരതിന് 2 കോച്ചുകളാണ് വരുന്നത്. ഒന്ന് AC ചെയർക്കാരും പിന്നെ എക്സിക്യൂട്ടീവ് ചെയർക്കാരാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് AC ചെയർക്കാരനാണ്. AC ചെയർക്കാരൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രേ ടേബിൾ ഉണ്ടാവും. പിന്നെ മാഗസിൻ ഹോൾഡർ ഞാൻ കാണിച്ചിട്ടുണ്ട്. എയിൽ സീറ്റിന് വാങ്ങുന്നത് ഈ ഒരു ഭാഗത്തായിട്ടുള്ള സീറ്റാണ് എന്ന് പറയുക. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് മിഡിൽ സീറ്റിലാണ്. ഞാനിവിടെ ഇട്ട് ചാർസാടിൻ്റെ ഒരു ഡ്രസ്സാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാൻ ക്രെഡിന്ന് വാങ്ങിച്ചൊരു ചാർസാടിൻ്റെ ഒരു ഡ്രസ്സ്. അപ്പോൾ അതെ, ഇത് ഞാൻ ക്രെഡിന്ന് വാങ്ങിയൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. പീക്കാച്ചുവിൻ്റെ ചാർസാടിൻ്റെ. അപ്പം അതിപ്പോൾ ചാർസാടിൻ്റെ ഡ്രസ്സാണ് കേട്ടത്. നമുക്കൊരു വന്ദേ
ഭാരതിനെ കുറിച്ച് പറയാം. നമ്മളിത് വന്ദേ ഭാരത് തുടങ്ങിയത് സെപ്റ്റംബർ 24, 2023 തുടങ്ങിയത് നമ്മുടെ ഈ വന്ദേ ഭാരത്. അന്ന് ഈ ഒരു ട്രെയിനിന് ഇന്നാഗുറൽ ട്രെയിനും കൊമേഴ്ഷ്യൽ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിപ്പോൾ 3ാമത്തെ വട്ടമാണ് ഞാൻ വന്ദേ ഭാരത് കയറുന്നത്. ഞാൻ 3ാമത്തെ വട്ടമാണ് കയറുന്നത്. ആദ്യം കയറിയത് ഷൊർണൂരിൽ നിന്ന് കോഴിക്കോടിക്ക് 20632, തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരതം, ഷൊർണൂരിൽ നിന്ന് കോഴിക്കോടിക്ക് എഴുതുന്നത്. അന്ന് ഓർജ് വന്ദേ ഭാരതമായിരുന്നു AC ചേർക്കാറ്. എന്നിട്ട് ഞാൻ തിരിച്ച് അവിടെയായിട്ട് ഒരു ട്രെയിൻ പോകുന്നുണ്ട്. നമുക്ക് ഇത് പറയാം. പിന്നെ ഞാൻ കയറിയത് അതിൻ്റെ അടുത്ത ദിവസം ഷൊർണൂരിൽ നിന്ന് കോഴിക്കോടിക്ക് ഞാൻ യാത്ര ചെയ്ത ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ 24 മെയ് ആയിരുന്നു, ഈ വർഷം തന്നെ 2025. എന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം 25 മെയ് 2025 ഞാൻ തിരിച്ച് കോഴിക്കോട് ഷൊർണൂരിക്ക് 20633 കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിന് തിരിച്ച് കോഴിക്കോട് ഷൊർണൂരിക്കാണ്. അതും ഓറഞ്ച് ആയിരുന്നു. ഇപ്പോൾ 3ാമത്തെ വട്ടമാണ് ഞാൻ ഓറഞ്ച് കയറുന്നത്. ഞാൻ വൈറ്റാണെന്ന് വിചാരിച്ചാൽ എനിക്കിന്ന് വൈറ്റ് മതിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 പ്രാവശ്യം ഓറഞ്ച് കയറുന്നുണ്ട്. എനിക്ക് വൈറ്റിന്ന് മതിയായിരുന്നു എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ എനിക്ക് ഓറഞ്ചാണ് കിട്ടി. നമ്മുടെ ഈ ഒരു കേരളത്തിൽ ടോട്ടൽ 3 വന്ദേ ഭാരത് ഉള്ളത്. ആദ്യത്തെ തിരുവനന്തപുരം കാസർഗോഡ്, രണ്ടാമത്തത് തിരുവനന്തപുരം മംഗലാപുരം, 3ാമത്തത് ഇപ്പം അടുത്തടങ്ങിയ നവംബർ 8 അടങ്ങിയ നമ്മുടെ എറണാകുളം KSR ബാംഗ്ലൂർ വന്ദേ ഭാരത്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി എന്തായാലും എൻ്റെ ചാനലിൽ പോയി കാണും. കുട്ടികളുടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സീറ്റ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ചെയർക്കാരിൽ പറ്റുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. എക്സിക്യൂട്ടീവിലാണെങ്കിൽ ഇൻട്രസ്റ്റ് ഭയങ്കര വലുതായിരിക്കും. പിന്നെ ട്രെയിനിൽ ഒരു ഹാൻഡ് റെസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെ തുറന്നിട്ടൊക്കെയാണ് നമ്മുടെ ഈ ഒരു ട്രെയിൻ. പിന്നെ നമ്മുടെ പുഷ്യൻ സീറ്റായിരിക്കും. പിന്നെ നമ്മുടെ ഒരു പുഷ് ബാക്ക് AC ചേർക്കാറുടെ കുറച്ച് ലെവൽ. നമ്മുടെ ഒരു AC ചേർക്കാറ് 3/2 സീറ്റിംഗ് ലേഔട്ടിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് ക്ലാസ് ആണെങ്കിൽ 2/2 സീറ്റിംഗ് ലേഔട്ടിലാണ്. എക്സിക്യൂട്ടീവിലാണെങ്കിൽ ഇച്ചിരി അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട്. ട്രേ ടേബിൾ ഇവിടെ ഉണ്ടാവില്ല. ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ടാവില്ല. അവിടെ നിന്നാണ് കർട്ടൺ താഴത്തിട്ടിരിക്കുന്നതാണ്. കർട്ടൺ നമുക്ക് താഴത്തോടെ ആരും ഇച്ചിരി താഴേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വെയിലുണ്ട്. ആ ഒരു കർട്ടൺ ഇട്ടപ്പോൾ വെയിലില്ല. നല്ല അടിപൊളി കർട്ടനാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ് നമ്മുടെ ഈ വന്ദേ ഭാരതത്തെ. ട്രെയിൻ അവിടത്തേക്ക് നോക്കുകയാണ്. 2 കിലോമീറ്റേഴ്സ് ടു ചാലക്കുടി എന്നാണ് കാണിക്കുന്നത്. ചാലക്കുടി ഇപ്പോൾ എത്താറായിട്ടുണ്ട്. നമുക്ക് ഈ ഇൻസൈഡ് ദിസ് ട്രെയിനിൽ നിന്ന് കൊടുത്തു നോക്കാം. ഇവിടെ ഇട്ടുന്ന നമ്മുടെ ട്രെയിൻ എത്ര സ്പീഡിലാണ് പോണേന്ന് കാണിക്കും. 80 റേഞ്ചിലാണ് നമ്മുടെ ഇത് വന്ദേ ഭാരത് പോകുന്നത്. ഇതിൽ 100 കയറും. വീഡിയോ ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ ഫോണിലാണ് എടുത്തത്. എന്താണെന്ന് വെച്ചാൽ അമ്മ വീട്ടിലാണ്. അപ്പോൾ അമ്മയുടെ ഫോണിലാണ് ഞാൻ സാധാരണ വീഡിയോ എടുക്കാറുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ മുത്തശ്ശൻ്റെ ഫോൺ എടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ അത് അമ്മയ്ക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇടുന്നതായിരിക്കും. അതിലൊരു അടിപൊളി വീഡിയോ ആയിട്ടായിരിക്കും എന്തെങ്കിലും വീഡിയോൻ്റെ തമിഴിലൊക്കെ സെറ്റ് ചെയ്യുക. ഞാൻ തമിഴിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു വന്ദേ ഭാരത് നമ്മുടെ ഷോപ്പിലേക്ക് കയറി ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. പിന്നെ മറന്നുപോയി. അപ്പോൾ നമ്മുടെ ഒരു ട്രെയിൻ എറണാകുളത്തിട്ട് അവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എറണാകുളം കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം വരെയുള്ള യാത്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആലപ്പുഴ ഫുഡൊക്കെ കിട്ടും. നമ്മുടെ ഒരു ട്രെയിൻ 3 മണിയാകുമ്പോഴേക്കും തിരുവനന്തപുരം എത്തും. 11:45 എറണാകുളത്ത് എത്തും. ഒരു 12 മണിയാകും. ഡിലേ ഒരു 15 മിനിറ്റ്. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല കേട്ടോ. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. ഞാൻ മിഡിൽ സീറ്റിലാണ് മിഡിൽ സീറ്റിലാണ്. ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ബട്ടൺ ഉണ്ടാവും. ആ ഒരു ബട്ടൺ മറ്റേ ഡോർ താഴെ ഇങ്ങനെ തുറക്കും. അവിടെ ഫുഡ് സ്റ്റോറേജ് ചെയ്യുക, അവിടെ ചൂടാക്കുകയാണ് ചെയ്യുക. ചൂടാക്കുകയാണ് ചെയ്യുക. ഇത് 20 കോച്ചിൻ്റെ വന്ദേ ഭാരത്. ഇവിടെ നമ്മുടെ ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഒരു ആലപ്പുഴ ആകുമ്പോഴേക്കായിരിക്കും ഈ ഒരു വന്ദേ ഭാരതത്തിന് എല്ലാ പാസഞ്ചേഴ്സിനും ഫുഡ് സെർവ് ചെയ്യുക. പിന്നെ ഓട്ടോമാറ്റിക് ഡോർസാണ്. എന്ന് വെച്ചാൽ ഒരു ട്രെയിന് നമ്മുടെ ഒരു വന്ദേ ഭാരത് ഷൊർണൂരിന് എടുത്ത് കഴിഞ്ഞാൽ അവിടെ 2 മിനിറ്റ് ഷോപ്പ് ഉണ്ടാവും. ആ 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡോറ് അടയ്ക്കും. എന്നിട്ട് നമുക്ക് വലിച്ച് തുറക്കാനൊന്നും പറ്റില്ല. ലോക്കോ പൈലറ്റിനോട് സംസാരിക്കാനൊക്കെ പറ്റും. ആവശ്യമില്ലാണ്ടൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല. വല്ല എമർജൻസി ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ
പറയാൻ പറ്റും ലോക്കോ പൈലറ്റിനോട്. സാധാരണ ട്രെയിൻ പോലെയല്ല, എല്ലാ കോച്ചിനും നടുക്കായിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. സാധാരണ ട്രെയിനാണെങ്കിൽ ഭയങ്കര കുറുക്കായിരിക്കും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, സുഖമായിട്ട് പോവുക, പേടിക്കാണ്ട് സുഖമായിട്ട് പോവുക. സാധാരണ ട്രെയിൻ പോലെയൊന്നുമല്ല. കോച്ചിൻ്റെ അവിടെ നമ്മുടെ ഈ ഒരു കോച്ച് അവിടെ ഉണ്ടാക്കിയെന്ന് എഴുതി കാണിക്കുന്നത് ഇന്റർഗൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഇട്ടത് ട്രെയിൻ സീറ്റ് 78 എന്ന് എഴുതിയിട്ടുണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും. ഇന്റർഗൽ കോച്ച് ഫാക്ടറിയിലാണ് ICF എന്ന് കേട്ടിട്ടുണ്ടാവും. ചില വന്ദേ ഭാരതിന് മുമ്പിൽ എഴുതിയിട്ടുണ്ടാവും. ഇത് ICF ചെന്നൈയിലാണ്. അവിടെ ഓരോരോ ട്രെയിനിൻ്റെ കോച്ചുണ്ടാക്കും. നമ്മുടെ ഈ വന്ദേ ഭാരതിൻ്റെ കോച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്റർഗൽ കോച്ച് സ്റ്റൈലാണ്. പിന്നെ വെസ്റ്റേൺ സ്റ്റൈലും ഒരു സൈഡിൽ വെസ്റ്റേൺ സ്റ്റൈലും ഈ ഒരു ഭാഗത്ത് ഇന്ത്യൻ സ്റ്റൈൽ. ക്ലീനാണ് വന്ദേ ഭാരതിൻ്റെ ലോകത്ത് ക്ലീനായിരിക്കും. അവിടെയായിട്ട് വാഷ് പീസ് അവിടെയായിട്ടൊരു ബോർഡ് കാണിച്ചത് അത് എല്ലാ കോച്ചിലും പ്രൊവൈഡ് ചെയ്യാനൊരു സ്ക്രീനാണ്. ആ സ്ക്രീനിൽ അടുത്ത സ്റ്റോപ്പ് ഏതാ, അവിടെ എത്താറായോ, അവിടെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതൊക്കെ എഴുതി കാണിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ട്രെയിൻ ഏത് എത്ര സ്പീഡിലാണ് പോകുന്നതെന്നൊക്കെ അതിൽ എഴുതി കാണിക്കും. സീറ്റിക്ക് വന്നിരുന്നു കേട്ടോ, സീറ്റൊക്കെ തിരിച്ചു വന്നിരുന്നു. ഡിസംബർ 5 നമ്മുടെ സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ഹാഫ് ഡേ ആണ് ഞങ്ങൾക്ക് സ്കൂളിലെ സ്പോർട്സ് ഡേ ആയതുകൊണ്ട്. ഞാൻ സ്പോർട്സ് ഡേക്ക് ഇന്ന് പോകുന്നില്ല കേട്ടോ. ഫ്രൈഡേ ഡിസംബർ 5 ദിവസങ്ങൾ ചിലപ്പോൾ നാളെ മറ്റന്നാളെ ഇട്ട് നമ്മുടെ ഈ വീഡിയോ നമ്മൾ നമ്മുടെ AC ചേർക്കാറിൽ എല്ലാ AC ചേർക്കാറ് കോച്ചിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അല്ലാത്ത സീറ്റുകളിൽ ഇങ്ങനത്തെ ടേബിൾ ഇങ്ങനത്തെ ആയിരിക്കും. വീഡിയോ AC ചേർക്കാറിൻ്റെ നടുക്കായിട്ട് എന്ന് വെച്ചാൽ ആ ഒരു കോച്ചിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഒരു ടേബിൾ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവും. ആദ്യം സീറ്റിൽ കാണിച്ചു തന്നിട്ട് റിസർവേഷൻ ടിക്കറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പാലത്തു നിന്നായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് റിസർവേഷൻ ടിക്കറ്റാണ് എടുത്തത്. എയർപോർട്ടാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ആലുവ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആലുവ സ്റ്റോപ്പില്ല. ഇതായിട്ട് എക്സിക്യൂട്ടീവിൽ ഹാൻഡ് റെസ്റ്റ് എന്ന ടേബിൾ എടുക്കാൻ പറഞ്ഞത്. അത് എറണാകുളം ജംഗ്ഷനിലെത്തി. നമ്മുടെ വന്ദേ ഭാരത് ഇപ്പം എടുക്കും കേട്ടോ. അത് എറണാകുളം ജംഗ്ഷനിൽ ഇപ്പം എടുക്കും. ഞാൻ വീട്ടിലെത്തി കേട്ടോ. നമ്മൾ വന്ദേ ഭാരതിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു നമ്മളിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് എറണാകുളം ജംഗ്ഷനിൽ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് വന്ന് നമ്മുടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിനായിരുന്നു. എറണാകുളം ഹസരത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിന് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്തായാലും വന്ദേ ഭാരതിൻ്റെ നമ്മളെടുത്തല്ലോ. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരതിൻ്റെ വീഡിയോ ഞാൻ അടിപൊളിയായിട്ട് ഇതുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്ന് ട്രൈപോഡ് ഉള്ളതുകൊണ്ട് മാക്സിമം ഞാൻ ട്രൈപോഡും വെച്ചാണെങ്കിൽ ഞാൻ എടുക്കണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ദേ ഭാരത് ഞങ്ങൾ 12 മണിയാകുമ്പോൾ എത്തി. ഒരു 15 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ 1:25 എറണാകുളത്ത് നിന്ന് എടുക്കണം. മംഗള ലക്ഷദ്വീപിൽ കയറി ഇവിടെ ഷൊർണൂർ 3:30 എത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതെല്ലാവർക്കും ബൈ ബൈ.